നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ തന്നെ നടുക്കിയ ഒരു ഭൂകമ്പമാണ് ഇന്നലെ വെനസ്വേലയിലുണ്ടായത്. വെനസ്വേലയൻ നഗരമായ കരാക്കസിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ആദ്യത്തെ ഭൂകമ്പത്തിന് 7.1 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ ഭൂകമ്പത്തിന് 7.5, തുടർന്ന് 12 തുടർ ചലനങ്ങളാണ് ഉണ്ടായത്. ഇരട്ട ഭൂകമ്പം എന്ന് തന്നെ പറയാവുന്ന ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത്. ഇത് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ശക്തിയേറിയ തീവ്രതയുള്ള, ഒന്നിനു പുറകെ ഒന്നായി, ഒന്നിനേക്കാൾ തീവ്രത മറ്റൊന്നിന് എന്ന നിലയിലാണ് വെനസ്വേലയിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ എത്ര പേരെ കാണാനില്ലെന്നോ ഉള്ള യാതൊരു കണക്കും വെനസ്വേലൻ സർക്കാരിൻ്റെ കയ്യിലില്ല. വ്യാപകമായ നാശനഷ്ടമാണ് ഈ നഗരങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഈ ഭൂകമ്പം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ കനത്ത ആൾനാശവുമുണ്ട്. രക്ഷാപ്രവർത്തകർ തലങ്ങും വിലങ്ങും ഓടുകയാണ്. രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ച് തകർന്നടിഞ്ഞ കെട്ടിട ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്നറിയാതെ രക്ഷപ്പെടുത്താനുള്ള നിലവിളികൾ, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ നിലവിളികൾ എല്ലായിടത്തും കേൾക്കാം എന്നാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ധാരാളം പേർ പരിക്കേറ്റ് കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവരെ വരും മണിക്കൂറുകളിൽ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ അവരുടെ ജീവനും നഷ്ടപ്പെടും. എത്ര പേരാണ് ഇതുവരെ മണ്ണിനടിയിലായത് എന്ന് ആർക്കും അറിയില്ല. മരണസംഖ്യ 200-ഓ 250-ഓ മാത്രമായിട്ടാണ് ഔദ്യോഗികമായി കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇതൊന്നുമല്ല മരണസംഖ്യ. 10,000 മരിച്ചിട്ടുണ്ടാകാം എന്ന് പലരും കണക്ക് കൂട്ടുന്നു. അമേരിക്കയുടെ ഒരു ഏജൻസി പറയുന്ന കണക്കനുസരിച്ച് 100,000-ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ ഇപ്പോഴും അതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന മുറയ്ക്കാണ് ഇപ്പോൾ മരണനിരക്ക് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. കാണാതായത് 10,000-ങ്ങളെയാണ്. അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടാകും? ഇതാണ് വെനസ്വേലൻ ഭരണകൂടം ഇപ്പോൾ അന്വേഷിക്കുന്നത്. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് അന്താരാഷ്ട്ര സഹായമുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സഹായ വാഗ്ദാനവുമായി രംഗത്തുണ്ട്. എന്നാൽ ലോകം ഇപ്പോൾ കൈയടിക്കുന്നത് ഇന്ത്യയുടെ സഹായ ഹസ്തത്തെ കണ്ടിട്ടാണ്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ ഇന്ത്യ വലിയൊരു സഹായ ഹസ്തം തന്നെ വെനസ്വേലയ്ക്ക് നേരെ നീട്ടിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ 2 വ്യോമസേനാ വിമാനങ്ങൾ, C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഇന്ന് വെനസ്വേലയിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യ നേരത്തെ തന്നെ വെനസ്വേലയിൽ നടന്ന ഭൂകമ്പത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികരിച്ചിരുന്നു. അവിടുത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യ നൽകിയ ഐക്യദാർഢ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയിട്ടുണ്ട്. നന്ദി അറിയിച്ചുകൊണ്ടാണ്, ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് വെനസ്വേലൻ പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് വലിയ സഹായമാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ വെനസ്വേലയിലെ ഭൂകമ്പ ബാധിത മേഖലകളിൽ എത്തിക്കുന്നത്. പ്രധാനമായിട്ടും മരുന്നാണ് ഇന്ത്യ എത്തിക്കുന്നത്. കാരണം പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു. ആശുപത്രികളിൽ ഇവർക്കെല്ലാമുള്ള സഹായം നൽകാൻ കഴിയില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ പരിക്കേറ്റ് വരുമ്പോൾ അവർക്ക് എന്ത് ചികിത്സ നൽകും എന്നോർത്ത് ആശുപത്രി അധികൃതർ വിഷമിക്കുകയാണ്. അവരെ കിടത്തി ചികിത്സിക്കാൻ പോലും സ്ഥലമില്ല. എവിടെയും കെട്ടിട അവശിഷ്ടങ്ങൾ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് മരുന്നുമായി 35 ടണ്ണോളം വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളുമായി 2 ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് കുതിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ മരുന്നും വസ്ത്രങ്ങളുമാണ് ഇന്ത്യ വെനസ്വേലയുടെ ദുരന്ത ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നത്. 60 അംഗ മെഡിക്കൽ സംഘമാണ് ഇന്ത്യൻ ഈ വിമാനങ്ങളിലുള്ളത്. 35 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ. ഇന്ത്യ അയച്ച ദുരിതാശ്വാസ സാമഗ്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിയന്തരമായി സജ്ജീകരിക്കാൻ കഴിയുന്ന ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അടിയന്തര ഘട്ടങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ദുരന്തമുഖത്ത് വലിയ പ്രയോജനം ലഭിക്കുന്ന ഫീൽഡ് ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് ഒരു താൽക്കാലിക ആശുപത്രി നിർമ്മിക്കാനുള്ള സാമഗ്രികളാണ് ഇതിലുള്ളത്. ആശുപത്രി എന്ന് പറഞ്ഞാൽ ചെറിയ ആശുപത്രിയൊന്നുമല്ല. 200 പേരെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ആശുപത്രി, ശസ്ത്രക്രിയ അടക്കം നടത്താനുള്ള സൗകര്യങ്ങൾ. ഇത് ഞൊടിയിടയിൽ ദുരന്തഭൂമിയിൽ സജ്ജീകരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള 2 ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റുകളുമായിട്ടാണ് ഇന്ത്യൻ സംഘം ദുരന്തഭൂമിയിലേക്ക് യാത്രയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാദൗത്യത്തിനുള്ള ഇന്ത്യൻ സഹായത്തിന് ലോകം കൈയടിക്കുന്നത്. ലോകത്തെ തന്നെ വിറപ്പിച്ച ഭൂകമ്പമാണ് ഇന്നലെ വെനസ്വേലയിൽ ഉണ്ടായത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്.
വെനസ്വേലയിൽ മാത്രമല്ല ജപ്പാനിലും കാലിഫോർണിയയിലും ഫിജി ഐലൻഡിലുമെല്ലാം തുടർ ചലനങ്ങളുണ്ടായി. 5%-നും 6%-നുമൊക്കെ മീതെ രേഖപ്പെടുത്തിയ തുടർ ചലനങ്ങളായിരുന്നു ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ചില രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. അതിതീവ്രമായ ഈ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം ഭൂതലത്തിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രമായിരുന്നു. ആദ്യത്തെ ഭൂകമ്പത്തിന് 13 കിലോമീറ്റർ ഉള്ളിലേക്കും രണ്ടാമത്തെ ഭൂകമ്പത്തിന് 10 കിലോമീറ്റർ ഉള്ളിലേക്കും മാത്രമായിരുന്നു പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ശക്തിയായ ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വലിയ ആൾനാശമുണ്ടായത്. നാശനഷ്ടങ്ങൾ കൂടാൻ കാരണം അതാണ്. ബഹുനില കെട്ടിടങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ഭൂകമ്പത്തിൽ പോലും തകർക്കില്ല അല്ലെങ്കിൽ തകരില്ല എന്ന് കരുതിയിരുന്ന കെട്ടിടങ്ങളാണ് ഈ രീതിയിൽ തകർന്നടിഞ്ഞത്. ഭരണകൂടം നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണത്. ഭൂകമ്പങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളാണ് വരുത്തിവെക്കുക. അവിടെ മരുന്നിനും ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ചികിത്സാ ഉപകരണങ്ങൾക്കും ഭക്ഷണത്തിനും ഒക്കെ വലിയ ക്ഷാമമുണ്ടാകും. ആ രാജ്യത്തിന് മാനേജ് ചെയ്യാൻ കഴിയാവുന്നതിലും അപ്പുറത്തേക്ക് ദുരന്ത സ്ഥലത്തെ സാഹചര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. വലിയൊരു ഭൂപ്രദേശത്തെയായിരിക്കും ഈ ഭൂകമ്പങ്ങൾ ബാധിക്കുക. വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം 2 വൻകിട നഗരങ്ങളെയാണ് ഈ ഭൂകമ്പം ബാധിച്ചിരിക്കുന്നത്. നഗര ജനത ഒന്നാകെ ഒന്നും കയ്യിലെടുക്കാനില്ലാതെ തെരുവോരങ്ങളിലാണ്. ഭാഗികമായി തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് പോലും കയറി നോക്കാൻ കഴിയാത്ത സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും നിലവിളികൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. ആരെ രക്ഷിക്കണം എന്ന ഒരു നെട്ടോട്ടത്തിലാണ് രക്ഷാപ്രവർത്തകർ. ആരെയും കാണുന്നില്ലെങ്കിലും പലയിടങ്ങളിൽ നിന്നും നിലവിളികൾ ഉയരുമ്പോൾ അങ്ങോട്ടേക്ക് പായുകയാണ് രക്ഷാപ്രവർത്തകർ. ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര സഹായം എത്തുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വെനസ്വേലൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കൻ സൈനിക നടപടി ആ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് രക്തരൂക്ഷിതമല്ലാത്ത ഒരു വിപ്ലവത്തിലൂടെയാണ് അമേരിക്ക വെനസ്വേലൻ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. വെനസ്വേലൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും കിടപ്പറയിൽ നിന്നും അമേരിക്കൻ സൈന്യം പാതിരാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ന്യൂയോർക്കിൽ എത്തിച്ച ശേഷം അദ്ദേഹം ചെയ്ത യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ നടത്തുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ വെനസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയിരുന്നു അമേരിക്ക. ഇപ്പോൾ അവിടെ അമേരിക്കയുടെ കൂടെ പിന്തുണയുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. വെനസ്വേല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. പ്രകൃതി എണ്ണ വിഭവങ്ങൾ കനിഞ്ഞു നൽകിയ രാജ്യം. എന്നാൽ ഈ എണ്ണ ഖനനം സുഗമമായി നടത്താൻ ഇതുവരെ ആ രാജ്യത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ അമേരിക്കൻ കമ്പനികളാണ് ഈ എണ്ണകൾ ഖനനം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് വെനസ്വേലയിൽ ഭരണമാറ്റമുണ്ടായപ്പോൾ അമേരിക്കൻ കമ്പനികളെ തുരത്തി ഓടിക്കുകയും വെനസ്വേല എണ്ണ ഖനനം സർക്കാർ മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് വലിയ ഉപരോധങ്ങളാണ് വെനസ്വേലയ്ക്ക് നേരിടേണ്ടി വന്നത്. വെനസ്വേലയിൽ നിന്നടക്കം എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് വൻ ഭൂകമ്പം വെനസ്വേലയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പങ്കാളിത്ത രാജ്യമെന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായഹസ്തം നീട്ടിയത്. അദ്ദേഹം വെറുതെ പിന്തുണ അറിയിക്കുക മാത്രമല്ല, ഭൂകമ്പത്തിൽ വേണ്ടത്ര സഹായം നൽകാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുമായി വ്യോമസേനാ സംഘം ദുരന്തമുഖത്തേക്ക് കുതിച്ചത്. എന്തായാലും ഇന്ത്യയുടെ ഈ ചടുല നീക്കം, സഹായഹസ്തമായിട്ടുള്ള ഈ രക്ഷാദൗത്യം ലോകത്തിൻ്റെ തന്നെ കയ്യടി നേടുകയാണ്.